ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്ന ഒരു പ്രമുഖ ലക്ഷറി വോൾവോ സ്ലീപ്പർ ബസ് പുലർച്ചെ 2 മണിയോടെ തൃശൂർ അതിർത്തിയിലെ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. യാത്രക്കാരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്ന ആ സമയത്ത് ബസിനുള്ളിൽ കയറിയ ഉദ്യോഗസ്ഥർ ഓരോരുത്തരെയായി സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. ബസിന്റെ മധ്യഭാഗത്തുള്ള ഒരു സ്ലീപ്പർ ബർത്തിൽ വലിയൊരു ടെഡ്ഡി ബെയർ പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു കിടന്നിരുന്ന 25-കാരനായ യുവാവിലാണ് പോലീസിന്റെ ശ്രദ്ധ ഉടക്കിയത്. ചോദ്യം ചെയ്തപ്പോൾ താൻ ബംഗളൂരുവിൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും നാട്ടിലേക്ക് പോവുകയാണെന്നുമാണ് യുവാവ് വളരെ കൂളായി മറുപടി നൽകിയത്. എന്നാൽ ചോദ്യം ചെയ്യൽ നീണ്ടതോടെ അയാളുടെ പെരുമാറ്റത്തിൽ ചെറിയ പതർച്ചയും നെറ്റിയിൽ വിയർപ്പും പൊടിയുന്നത് സിവിൽ വേഷത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ശ്രദ്ധിച്ചു. ഒരു IT ജീവനക്കാരൻ എന്തിനാണ് ഇത്ര വലിയൊരു പാവക്കുട്ടിയെയും കെട്ടിപ്പിടിച്ചു യാത്ര ചെയ്യുന്നത് എന്ന സംശയത്താൽ പോലീസ് ആ പാവക്കുട്ടിയെ വാങ്ങി പരിശോധിച്ചു. പുറമേ നോക്കിയാൽ സാധാരണ പാവയായിരുന്നെങ്കിലും അതിന്റെ വശങ്ങളിലെ തയ്യലുകളിൽ കണ്ട നേരിയ വ്യത്യാസവും ഭാരക്കുറവും പോലീസിന് പന്തികേടായി തോന്നി. ഒടുവിൽ ഒരു കത്രികയുപയോഗിച്ച് ആ പാവക്കുട്ടിയുടെ പുറംഭാഗം വെട്ടിപ്പൊളിച്ച ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. അതിനുള്ളിലുണ്ടായിരുന്ന പഞ്ഞി മുഴുവൻ മാറ്റിയ നിലയിലായിരുന്നു. പകരം അതീവ ജാഗ്രതയോടെ പ്ലാസ്റ്റിക് കവറുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന ആയിരക്കണക്കിന് LSD സ്റ്റാമ്പുകളും മാരകമായ എക്സ്റ്റസി ഗുളികകളുമായിരുന്നു. ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകളെയും ലഹരിമണം പിടിക്കുന്ന സ്നിഫർ നായ്ക്കളെപ്പോലും പറ്റിക്കാൻ പ്രത്യേകതരം രാസലായനികൾ തളിച്ചായിരുന്നു ലഹരിമാഫിയ ഈ പാവക്കുട്ടിയെ ഒരുക്കിയിരുന്നത്. കൊച്ചിയിലെ പുതുവർഷ പാർട്ടികളെ ലക്ഷ്യമിട്ടെത്തിച്ച ഈ കോടികളുടെ ലഹരിമരുന്ന് ശേഖരം പിടികൂടിയതോടെ വലിയൊരു വിപത്താണെന്ന് കേരള പോലീസ് തകർത്തുകളഞ്ഞത്.